നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടക്കൽ. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രം അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി അംഗവും കാശ്മീരി ഡോക്ടറുമായ മുസമ്മലാണെന്ന് റിപ്പോർട്ടുകൾ. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ബിരുദ വിദ്യാർത്ഥികൾ തുടങ്ങിയ വിദ്യാസമ്പന്നരായ മുസ്ലിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ താൻ ബോധപൂർവം ശ്രദ്ധ കേന്ദ്രീകരിച്ചതായി മുസമ്മൽ ചോദ്യം ചെയ്യൽ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരത്തിൽ സാമൂഹ്യ സ്വീകാര്യതയുള്ളവർക്ക് സ്ഥാപനങ്ങൾ സംശയം ജനിപ്പിക്കാതെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം തീരുമാനത്തിലേക്ക് എത്തിയത്. ബുദ്ധിജീവികളായ പുതിയ അംഗങ്ങളാണ് ജിഹാദിൻ്റെ ഭാവിയെന്ന് ഇവരെ നിയന്ത്രിച്ചവർ പറഞ്ഞിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യയശാസ്ത്രപരമായ തീവ്രത, അക്കാദമിക് അധികാരം, പ്രവർത്തനങ്ങളുടെ വൈദഗ്ധ്യം എന്നിവ സംഘത്തിലെ അപകടകാരിയായ അംഗമായി മുസമ്മലിനെ മാറ്റിയെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് മുഖ്യ ആസൂത്രണം നടന്ന കേന്ദ്രമായ അന്വേഷണ സംഘം കരുതുന്ന ഹൈദരാബാദിലെ അൽ ഫല സർവകലാശാലയിൽ നിന്ന് 10 പേരെ കാണാനില്ലെന്ന് റിപ്പോർട്ടുകൾ. ഇവരിൽ 3 പേർ കാശ്മീരിലാണെന്നാണ് വിവരം. എല്ലാവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. ജമ്മു കാശ്മീർ, ഹരിയാന പോലീസ് സേനകൾ അൽ ഫല സർവകലാശാല കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സൂചന ലഭിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തക ഷഹീൻ ഷാഹിദുമായി ബന്ധമുണ്ട് സംശയിക്കുന്ന 19 സ്ത്രീകൾക്കായി തിരച്ചിൽ തുടങ്ങി അന്വേഷണ ഏജൻസികൾ. കാൺപൂരിലും സമീപ ജില്ലകളുമായുള്ള സംസ്ഥാനങ്ങളിലുള്ള 19 സ്ത്രീകൾക്കായി വ്യാപകമായ തിരച്ചിൽ നടത്തുന്നതായി റിപ്പോർട്ടുകൾ. ഷഹീദിൻ്റെ പ്രസംഗങ്ങൾ ആകൃഷ്ടരായി തീവ്രവാദ ആശയങ്ങളിലേക്ക് സ്വാധീനിക്കപ്പെട്ടവരാണ് ഇവരെന്നാണ് സംശയം. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് കുറയുന്നതിന് കൂടുതൽ നിയന്ത്രണം വരുന്നു. ശബരിമലയിൽ ഒരു ദിവസത്തെ ഭക്തന്മാരുടെ എണ്ണം 75,000 ക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്പോട്ട് ബുക്കിംഗ് 5,000 കുറയ്ക്കണമെന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ശബരിമലയിൽ നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സിൻ്റെ ആദ്യ സംഘം ചുമതലയേറ്റു. തൃശൂർ റീജിയണൽ റെസ്പോൺസ് സെൻ്ററിൽ നിന്നുള്ള 4-ാം ബറ്റാലിയൻ 30 അംഗ സംഘമാണ് ഇന്നലെ സന്നിധാനത്ത് എത്തിയത്. സോപാനത്തിന് അരികിലായി നടപ്പന്തലുമാണ് ഇവരെ നിലവിൽ വിന്യസിച്ചിരിക്കുന്നത്. ഓരോ സ്ഥലത്തും 5 പേരാണ് ഓരോ സമയം ഡ്യൂട്ടി ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ വിശദമായ വാദം കേൾക്കാൻ ഇന്നത്തേക്ക് മാറ്റി. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ദ്വാരപാലക കേസിലും കട്ടളപ്പാളി കേസിലും പ്രതിയാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു. ഉന്നത ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുരാരി ബാബുവിന് കേസിൽ നേരിട്ട് പങ്കുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ്റെ വാദം. എന്നാൽ ഉദ്യോഗസ്ഥർ എന്ന രീതിയിലുള്ള കടമ മാത്രമാണ് ചെയ്തതെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് മുരാരി ബാബു വാദിക്കുന്നത്. സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ ഫോം വിതരണം 95% പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ കേൽക്കർ. ഇന്നലെ വൈകുന്നേരം 6 മണിയോടെ ലഭ്യമായ കണക്കാണിത്. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഫോമുകളുമായി എണ്ണം 60,344 ഉയർന്നിട്ടുണ്ടെന്നും ഇത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന മൊത്തം വോട്ടർമാരുടെ എണ്ണം 0.22% വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പരമാവധി കൃത്യമായി സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനും ഭാവിയിൽ പരാതികൾ ഉണ്ടാവാതിരിക്കുന്നതിനും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾ നാമനിർദ്ദേശം ചെയ്ത് ബൂത്ത് ലെവൽ ഏജന്റുമാരായി ചേർന്ന് അടിയന്തരമായി യോഗങ്ങൾ സംഘടിപ്പിക്കാൻ എല്ലാ BLOമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും രത്തൻ കേൽക്കർ പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടറ ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണവ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണവയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വൈഷ്ണവ സുരേഷിൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് നീക്കിയ നടപടി റദ്ദാക്കി. സത്യം ജയിക്കുമെന്നും ഉറപ്പായിരുന്നുവെന്നും കോടതിക്ക് നന്ദിയുണ്ടെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ട ഡിവിഷനിലെ UDF സ്ഥാനാർത്ഥിയായ വൈഷ്ണവ സുരേഷ് വൈഷ്ണവയ്ക്ക് വോട്ട് ചെയ്യാമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിന് പിന്നാലെയാണ് വൈഷ്ണവയുടെ പ്രതികരണം. കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട സംവിധായകനായ VM ബിനുവിൻ്റെ വാർഡിലെ കൗൺസിലർ KP രാജേഷ് കുമാർ രാജിവെച്ചു. ബിനുവിൻ്റെ പേര് വോട്ടർ പട്ടികയിലുണ്ടെന്ന് രാജേഷ് DCCയെ തെറ്റിദ്ധരിപ്പിച്ചുവെന്ന് നേതൃത്വം കുറ്റപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് രാജേഷിൻ്റെ രാജി. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നും രാജേഷിൻ്റെ രാജിക്കത്തിൽ പറയുന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി മുൻ ജനറൽ സെക്രട്ടറിയും ഭാര്യയും CPMൽ ചേർന്നു. കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിരുന്ന തോബി തോട്ടിയാനും ഭാര്യയും പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് അംഗവുമായ ടീനയുമാണ് CPMൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്തിലെ മുൻ അംഗമാണ് തോബി തോട്ടിയാൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്തനംതിട്ടയിൽ കോൺഗ്രസിന് തിരിച്ചടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഖിൽ ഓമനക്കുട്ടൻ BJPയിൽ ചേർന്നു. അഖിൽ ഓമനക്കുട്ടനെ BJP പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ CPMൻ്റെ വിമത സ്ഥാനാർത്ഥിയായ K ശ്രീകണ്ഠൻ്റെ പാർട്ടി നടപടി. ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം ശ്രീകണ്ഠനെയാണ് CPM പുറത്താക്കിയത്. ഉള്ളൂരിൽ K ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രൻ്റെ രൂക്ഷവിമർശനം ഉയർത്തിയതിന് പിന്നാലെയാണ് പാർട്ടി നടപടി. വയനാട്ടിൽ സീറ്റ് നിഷേധത്തിൻ്റെ പരസ്യ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജംഷീർ പള്ളിവേൽ. ജില്ലാ പഞ്ചായത്ത് സീറ്റ് നിഷേധിച്ചിലാണ് പ്രതിഷേധം. പാർട്ടിയുടെ അടിത്തട്ടിൽ ഇറങ്ങി പണിയെടുക്കരുതെന്നും പണിയെടുത്താൽ മുന്നണിയിലുള്ളവരും കൂടെയുള്ളവരും ശത്രുക്കളാവുമെന്നും ജംഷീർ പള്ളിവേൽ ഫേസ്ബുക്കിൽ കുറിച്ചു.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതെ തുടർന്ന് കോൺഗ്രസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BJPയിൽ ചേർന്നു. കോഴിക്കോട് അഴിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശശിധരൻ തോട്ടത്തിലാണ് BJPയിൽ ചേർന്നത്. കണ്ണൂരിൽ ലീഗ് നേതാവ് BJPയിൽ ചേർന്നു. മുസ്ലിം ലീഗിൻ്റെ പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗമായ ഉമർ ഫാറൂഖാണ് BJPയിൽ ചേർന്നത്. വടകര നഗരസഭയിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി വാർഡ് 2-ലാണ്. ലീഗിന് വിമത ജനവിധി തേടുന്നത് VC നസർ മാസ്റ്ററാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയത്. കൊല്ലം പുനലൂരിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ BJP പ്രവർത്തകനായ രതീഷിന് വെട്ടേറ്റു. പുനലൂർ നഗരസഭയിലെ ശാസ്താംകോണം വാർഡിൽ BJP-CPM സംഘർഷത്തിനിടെയാണ് വെട്ടേറ്റത്. കോതമംഗലത്ത് സുഹൃത്തിൻ്റെ വീട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. സംഭവത്തിൽ സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംസ്ഥാനത്ത് ഒരേ സമയം തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഗ്രേഡ്സ് ഇൻ്റലിജൻസ് വിഭാഗത്തിന് നടത്തിയ പരിശോധന 2 ലക്ഷം രൂപ വിലയുള്ള വ്യാജമരുന്നുകൾ പിടിച്ചെടുത്തു. വ്യാജമരുന്ന് വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിരുന്നു. അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കുന്നതാണ്. UDFനെ പ്രകോപിക്കാതെ PV അൻവറിൻ്റെ കരുതൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വ്യവസ്ഥകൾ വെച്ച് തൃണമൂൽ കോൺഗ്രസ് സർക്കുലർ പുറത്തിറക്കി. UDFന് ഭീഷണിയാകും മത്സരിക്കുന്ന നിർദ്ദേശിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പുതിയ സർക്കുലർ പുറത്തിറക്കി. കീഴടങ്ങൾക്ക് പാർട്ടി കൺവീനറാണ് സർക്കുലർ അയച്ചത്. 16-കാരനെ ഭീകരവാദ സംഘടനയിൽ ചേരാൻ അമ്മയും സുഹൃത്ത് ചേർന്ന് നിർബന്ധിച്ചുവെന്ന കേസ് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കൈമാറും. വെഞ്ഞാറമൂട് പോലീസ് കുട്ടിയുടെ അമ്മയ്ക്കും സുഹൃത്തിനുമെതിരെ എടുത്ത UAPA കേസ് ദേശീയ ഏജൻസിയെ കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് DGP സർക്കാരിന് റിപ്പോർട്ട് നൽകും. കണ്ണൂർ കനകമല തീവ്രവാദ ഗൂഢാലോചന കേസിലെ പ്രതിയുമായുള്ള കുട്ടിയുടെ അമ്മയുടെ ബന്ധം ദുരൂഹത വർദ്ധിക്കുന്നുണ്ടെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇറാൻ അവയവക്കടത്ത് കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതി മധുവിനെ കൊച്ചിയിലെ NIA കോടതി 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. ബീഹാറിലെ കാറ്റ് താൻ വരുന്നതിന് മുമ്പേ തമിഴ്നാട്ടിലെത്തിയെന്നും ഗംച്ചകൾ വീശി കർഷകൻ തന്നെ സ്വാഗതം ചെയ്തപ്പോൾ ബീഹാറിലെ ആഘോഷങ്ങൾ ഓർമ്മ വന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീവ്ര വോട്ടർ പരിഷ്കരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നതിനിടെ പശ്ചിമബംഗാൾ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് CPM 1000 കിലോമീറ്റർ നീളുന്ന ബംഗ്ലാ ബച്ചാവോ യാത്ര സംഘടിപ്പിക്കും. ഈ മാസം 29 ആരംഭിക്കുക യാത്ര 19 ദിവസം നീണ്ടു നിൽക്കും. മാസത്തിലൊരിക്കൽ വീതം 3 മാസം തലാഖ് ചൊല്ലി ബന്ധം ഏർപ്പെടുത്തുന്ന ആചാരത്തിൻ്റെ വിമർശനവുമായി സുപ്രീം കോടതി. യക്ഷഗാന കലാകാരന്മാർ പലരും സ്വവർഗ അനുയായികളാണെന്ന വിവാദ പരാമർശത്തിൽ പുകഞ്ഞ് കർണാടക. പരാമർശം നടത്തിയ കന്നഡ ഭാഷാ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ചെയർമാൻ പുരുഷോത്തം ബിലിമാലയെ സർക്കാർ പുറത്താക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.